ഹലോ. അപ്പോൾ ഞങ്ങളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ്. കുറച്ച് വ്യത്യസ്തമാണ്. എനിക്കറിയില്ല നിങ്ങളാരെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് എയർബിഎൻബി ആണ് എടുക്കാറ്. എയർബിഎൻബി എടുക്കുന്നതിന് പല ഗുണങ്ങളുണ്ട് കേട്ടോ. ചിലവ് കുറവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമ്മളെടുക്കുന്ന എയർബിഎൻബി പലപ്പോഴും നമ്മൾ നല്ലൊരു ഹോട്ടലിനെ ചിലവാക്കുന്നതിന് കൂടുതൽ കൊടുത്തിട്ടാണ് പലപ്പോഴും എടുക്കാറ്. അതിനുള്ള ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഒരു ഹോട്ടൽ മുറി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും അല്ലേ. കുറച്ചല്ലേ, എത്ര ഉണ്ടാവും വലിപ്പം. പക്ഷേ ആ ഒരു പൈസയ്ക്ക് ചിലപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീടെടുക്കുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ദിവസവും നമുക്ക് പുറത്തെ ഭക്ഷണം, ഇപ്പോൾ ഏത് രാജ്യത്തെ ഫുഡും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ചിലപ്പോൾ ഒരു നേരമൊക്കെ ഓക്കെ ആവും, പലതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ദിവസവും കുറേ ദിവസം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുക്കൂലേ. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനൊക്കെ അധികം ദിവസമൊന്നും എന്താ പറയുക, പുറത്തെ ഭക്ഷണമൊന്നും, പല ആൾക്ക് പല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഓരോ നാട്ടിലത്തെയും ഓരോ വീടുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു രാജ്യത്തെ ഒരു വീട്ടിൽ ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അവിടുത്തെ ഇതുമായിട്ട് നമ്മൾ കൂടുതൽ സിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളെപ്പോഴും എയർബിഎൻബി ആണ് ആദ്യമായിട്ട് എടുക്കാറ്. അപ്പോൾ അതിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു പെട്ടിൻ്റെ ഒരു സൂട്ട് കേസ് എപ്പോഴും ഫുൾ എന്താ പറയുക, നമ്മളുടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ എല്ലാ പ്രാവശ്യം. അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ ഇറ്റാൻ പാടില്ല, മുടിക്കണം. അപ്പോൾ ഒരു ദോശത്തവ ഞാൻ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകും. കാരണം എൻ്റെ ഹസ്ബൻഡിന് ദോശയില്ലാതൊരു ലൈഫില്ല. ഇത് ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന തവ ഉപയോഗിച്ചൊരു പരിവായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം പുതിയ തവ വാങ്ങിച്ചാണേ. അതുപോലെ തന്നെ ഒരു കുഞ്ഞി കുക്കർ, വെയിറ്റാണ് പക്ഷേ എന്നാലും ഞാൻ എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടമുള്ളൊരു കത്തി. അതിപ്പോൾ നമ്മൾ എയർബിഎൻബിസിലൊക്കെ ഉണ്ടാവും പൊതുവേ കത്തിയൊക്കെ. പക്ഷെ എന്താ പറയുക, നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനുള്ള ചിലപ്പോൾ ഒരു കത്തി കിട്ടിയാൽ അതൊരു സുഖമാണല്ലോ. പിന്നെ ഇങ്ങനൊരു ബോക്സ് എപ്പോഴും ഞാൻ റെഡിയാക്കി വയ്ക്കും. അതിലൊരു ചായ ആക്കിയുള്ള അരിപ്പ, കുറച്ച് സ്പൂണ്, പിന്നെ ഒരു സിസേഴ്സ്, പിന്നെ ഒരു കയ്യിൽ ഞാൻ എടുക്കും. കാരണം നമുക്ക് ദോശയ്ക്ക് വേണ്ട കയ്യിൽ എവിടെ ഉണ്ടാവില്ല, വിദേശത്തൊന്നും ഒരു വീടുകളിലും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു വൈൻ ഓപ്പണർ ഞാൻ എപ്പോഴും എടുക്കും. കാരണം ചില വീടുകളിൽ ഇതുണ്ടാവാറില്ല, നമുക്കത് അത്യാവശ്യമാണല്ലോ. അങ്ങനെ അതൊരു ബോക്സ്. പിന്നെ വരുന്നത് നമ്മൾക്ക് എന്താ പറയുക, മറക്കാണ്ടാത്ത കാര്യം, ഇതെന്തൊക്കെയാണെന്നറിയോ, മുരിങ്ങയ്ക്ക, ഇഞ്ചി, പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക, കറിവേപ്പില, പച്ചമുളക്. കാരണം ഇതൊക്കെ ഇല്ലാണ്ട് എന്ത് നാടൻ ഭക്ഷണം അല്ലേ. പിന്നെ അതുപോലെ ഇതാരും കൊണ്ടുപോകുണ്ടാവില്ല കേട്ടോ. എവിടേക്ക് ടൂറ് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. ദോശമാവാണേ, ഇത് ഞാൻ ഒരു 2-3 കിലോ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ദോശപ്പൊടി കൊണ്ടുപോയിട്ട് കലക്കി ദോശ ഉണ്ടാക്കും. ഇത് നല്ലതാണ്. പിന്നെ റവ, പരിപ്പ് എന്ന് വേണ്ടത് ഇങ്ങനെ കുട്ടി ഇതിലാക്കിയിട്ട് ഞാൻ എല്ലാ മസാലകളും, കടുക്, വട്ടാണോന്ന് തോന്നുന്നുണ്ടോ, ആയിരിക്കാം, കായം, വേണ്ട മഞ്ഞൾപ്പൊടി, അങ്ങനെ എന്ന് വേണ്ട. ഈവൻ ചായപ്പൊടി. കാരണം ചായപ്പൊടി ഒന്നും വിദേശത്ത് നല്ല കിട്ടൂല. പിന്നെ അങ്ങനെ അൽക്കുലത്ത് കുറേ സാധനങ്ങൾ. ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഇതെനിക്കിഷ്ടമാണ് കൊണ്ടുപോകാൻ. നമ്മളുടെ കൂർക്കയാണ്, പക്ഷെ സംഭവം അടിപൊളിയാണ്. എങ്ങനെയുണ്ടാവും അവിടെ പോയി ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല തണുപ്പുള്ളൊരു രാജ്യത്ത് നമ്മളുടെ അവിടുത്തെ നല്ലൊരു മീനൊക്കെ വാങ്ങി അതിൽ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വറുത്ത്
ഒരു ഗ്ലാസ് വൈനൊക്കെ അടിച്ച് സൂപ്പറല്ലേ. അങ്ങനെയാണ് ഞങ്ങളുടെ ട്രാവലിൻ്റെ. ഇതും എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഇടിയപ്പത്തിൻ്റെ ഇതാണ്, പക്ഷേ ഇറ്റ്സ് നൈസ് ഫോർ വൺ ടൈം എന്ന് ഓൾ. പിന്നെ ഇതേ പറയാൻ മറന്നുപോയി, വെളിച്ചെണ്ണ ഇല്ലാതെ എന്ത് മലയാളി, വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട പലചരക്ക് മൊത്തമായിട്ടാണ് ഞാനീ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഇപ്പോൾ സാധാരണ ഒരു ട്രാവലോഗിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടണമെന്നില്ല കേട്ടോ. അതായത് ഞങ്ങളങ്ങനെ ഒരുപാട് ടൂറിസ്റ്റി ആയിട്ടുള്ള അങ്ങനെ മോണ്യുമെൻറ്റ്സും അതൊന്നും കയറി ഇറങ്ങാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല ഞങ്ങൾക്കിഷ്ടം ഒരു നാട്ടിൽ പോയാൽ അവിടെ അങ്ങനെ ലോക്കൽ മാർക്കറ്റ്സിലൊക്കെ തെണ്ടി നടന്ന് ചില്ലടിച്ച് അവിടുത്തെ ലൈഫുമായിട്ടൊന്ന് ചേർന്ന് എങ്ങനെയുണ്ട്, കുറേ കടകളൊക്കെ കയറി, അതായത് മാർക്കറ്റ്സോ സൂപ്പർ മാർക്കറ്റ്സോ അങ്ങനത്തെയൊക്കെ കയറി ഇറങ്ങി, പിന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ പോയിരുന്ന് അങ്ങനെ ഒരു യാത്രക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ ചിലപ്പോൾ കിട്ടില്ല, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റി വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പിന്നെ പറയാൻ മറന്നു, എൻ്റെ കുട്ടികൾക്കാണ് ഏറ്റവും അധികം വിഷമം ഞങ്ങൾ പോകുമ്പോൾ. അതുകൊണ്ട് ഇത് കണ്ടോ, ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങി അവരെന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ഉണ്ട് അടുത്ത്, പക്ഷെ എന്ത് ചെയ്യാൻ, അവരെയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതൊക്കെ ദോശയും പച്ചക്കറിയൊക്കെ പോകാൻ നേരത്തെ എടുത്ത് വയ്ക്കുള്ളൂ, അതൊരു ഫ്രിഡ്ജിൽ വയ്ക്കും നമ്മൾ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് കാണാം. താങ്ക് യു.